ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ പരീക്ഷയ്ക്കുള്ള എല്ലാ ഡിസ്കോഴ്സുകളും അതോടൊപ്പം തന്നെ അവയിൽ നിന്നുമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. അതിനാൽ തന്നെ വീഡിയോ മുഴുവനായി കണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ലെറ്റർ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് നോക്കുന്നത്. ഒരു ലെറ്റർ എഴുതുമ്പോൾ, അതായത് പേഴ്സണൽ ലെറ്റർ എഴുതുമ്പോൾ, ആദ്യമായി തന്നെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റേഴ്സ് അഡ്രസ്സ്, അതായത് എഴുതുന്ന ആളുടെ അഡ്രസ്സ്, അതിനുശേഷം ഡിയർ ഫ്രണ്ട്, ശേഷം ഹൗ ആർ യു, ഐ ഹോപ്പ് യു ആർ ഫൈൻ ദർ, തിങ്സ് ആർ ഗോയിങ് വെൽ, വാട്ട് അബൌട്ട് യുവർ ഫാമിലി, ആർ ദേ ഫൈൻ എന്നിങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ കത്തിൽ നൽകാവുന്നതാണ്. ശേഷം ഏത് പാഠത്തു നിന്നാണോ ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ട ഈ കണ്ടൻറ്റ് എന്ന് എഴുതിയ ഭാഗത്ത് കുറച്ച് വരികളിലായി എഴുതുക. ശേഷം കൺക്ലൂഷനായി ഐ സ്റ്റോപ്പ് മൈ ലെറ്റർ, ഹോപ്പ് ടു മീറ്റ് യു സൂൺ, പ്ലീസ് റിപ്ലൈ ടു മൈ ലെറ്റർ, കൺവേ മൈ ബെസ്റ്റ് വിഷസ് ടു ഓൾ, ഗോഡ് ബ്ലസ് യു എന്നിങ്ങനെ കൺക്ലൂഡ് ചെയ്ത് വിത്ത് ലവ് എന്നതിന് ശേഷം ഒപ്പും ഇട്ട് നിങ്ങൾക്ക് ലെറ്റർ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ആദ്യമായി തന്നെ ലെഫ്റ്റിൽ റൈറ്റേഴ്സ് അഡ്രസ്സ്, ശേഷം ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഡിയർ എന്ന പേര്, ശേഷം ഇതുപോലെ നിങ്ങൾക്ക് കത്ത് തുടങ്ങാവുന്നതാണ്. ശേഷം ആ പാഠഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയതിന് ശേഷം ഇങ്ങനെയുള്ളൊരു കൺക്ലൂഷൻ കൂടി നൽകി വിത്ത് ലവ് എന്ന് നൽകി ഒപ്പുകൂടെ ഇട്ടാൽ പേഴ്സണൽ ലെറ്ററിന് നല്ല മാർക്ക് തന്നെ ലഭിക്കും. അടുത്തതായി ലെറ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ചോദ്യം നോക്കാം. ദ ബോയ് വാസ് വെരി മച്ച് ത്രിൽഡ് ഓഫ് ഹിസ് acquaintance with the squirrels. He wrote a letter to his friend telling him about his new friend. Help him to complete the letter. അതായത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന കഥയിലെ ബോയ് അവൻ്റെ ഫ്രണ്ടിന് തനിക്കൊരു സ്ക്യൂരലിനെ ഫ്രണ്ടായി ലഭിച്ചു എന്ന് പറഞ്ഞ് ഉള്ള ഒരു കത്താണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ഇവിടെ ബോയുടെ അഡ്രസ്സാണ് നൽകിയിട്ടുള്ളത്. ശേഷം ഡേറ്റ്, ശേഷം ഡിയർ രാജു എന്നിവിടെ നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തുടങ്ങാവുന്നതാണ്. ശേഷം ആ പാഠഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി അവസാനം ഇങ്ങനെയുള്ള ഒരു കൺക്ലൂഷൻ കൂടി നൽകി യുവേഴ്സ് ലവിങ്ലി എന്നതിന് ശേഷം ഒപ്പും ഇട്ട് ഉത്തരം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 5 മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഉറപ്പായും ലെറ്റർ പഠിച്ചു എന്ന് കരുതുന്നു. അടുത്തത് രണ്ടാമത്തെ ഡിസ്കോഴ്സ് ഡയറിയാണ്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് സൈഡിലായി ഡേറ്റ് ആൻഡ് ഡേ ഇടുക. ശേഷം നമുക്ക് ഡയറി ഇങ്ങനെ തുടങ്ങാം. ഓ വാട്ട് എ ഡേ ഇറ്റ് വാസ്. ടുഡേ ഈസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് ത്രൂ വേർഡ്സ്. ഈച്ച് ആൻഡ് എവറി ഡേ ദ ഗോഡ് അറേഞ്ചസ് സംതിങ് ടു സ്ക്രിബിൾ ഡൗൺ ഇൻ മൈ മെമ്മറി. ഐ ആം റിയലി ഹാപ്പി അല്ലെങ്കിൽ സാഡ്, സർപ്രൈസ്, അത് ഓരോ സന്ദർഭം പോലെ മാറിക്കൊണ്ടിരിക്കും. ടുഡേ ഐ സ്റ്റിൽ കാൺട്ട് ബിലീവ് ഇറ്റ് എന്നതിന് ശേഷം ഏത് പാഠഭാഗത്തെ പറ്റിയാണോ പറഞ്ഞത് അതിൻ്റെ ഒരു ആശയം പോലെ, അതായത് നിങ്ങൾക്കിവിടെ കത്തിൽ എഴുതാൻ സാധിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയതിന് ശേഷം ഡയറിയിൽ എഴുതിയതിന് ശേഷം ഇറ്റ് വാസ് ഇൻഡീഡ് എ നൈസ് ഡേ, നൗ ഇറ്റ് ഈസ് ദ ടൈം ടു സ്ലീപ്പ്, ഐ സ്റ്റോപ്പ് മൈ റൈറ്റിംഗ് എന്ന് എഴുതിയ ശേഷം ഡയറി നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയറി എന്നതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം നോക്കാം. ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ വാസ് വെരി മച്ച് ഫ്രൈറ്റൻഡ് ആഫ്റ്റർ ഹിസ് എൻകൗണ്ടർ വിത്ത് ദി സ്നേക്ക്. ഹി റൈറ്റ്സ് ഹിസ് ഫീലിംഗ്സ് ഇൻ ഹിസ് ഡയറി. വാട്ട് വുഡ് ബി ദ ലൈക്ലി ഡയറി എൻട്രി. അതായത് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന കഥയിൽ
ഹോമിയോപ്പത്ത് ഡോക്ടർ അന്ന് പാമ്പുമായി ഉണ്ടായ ഇൻസിഡൻറ്റിനെ പറ്റി തൻ്റെ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഡേറ്റ്, അതോടൊപ്പം തന്നെ ഡേ എന്നിവ നൽകുക. ശേഷം നമ്മൾ പറഞ്ഞതുപോലെയുള്ളൊരു സ്റ്റാർട്ടിങ് നൽകി അദ്ദേഹത്തിന് അന്നുണ്ടായ അനുഭവങ്ങൾ കൂടി എഴുതി. അദ്ദേഹത്തിൻ്റെ ആ ഡേ വളരെ ഹൊറിബിളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇറ്റ് വാസ് ഇൻഡീഡ് എ ഹൊറിബിൾ ഡേ എന്ന് കൂടി എഴുതി നമുക്ക് ഡയറി അവസാനിപ്പിക്കാവുന്നതാണ്. കൂടാതെ ഡയറി എന്ന ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ കൂടി ഇവിടെ പറയുന്നു. ഇമാജിൻ ദ നറേറ്റേഴ്സ് ഇൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാൻഡൻട്രി ഈസ് റൈറ്റിംഗ് എ ഡയറി ആഫ്റ്റർ വാച്ചിങ് ദി ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. റൈറ്റ് ദ ലൈക്ലി ഡയറി. അതായത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാൻഡൻട്രി എന്ന പാഠഭാഗത്ത് നാം കോബ്ര മംഗൂസ് ഫൈറ്റ് കണ്ടു. അതിനെ പറ്റിയുള്ള ഒരു ഡയറി എഴുതുകയാണ് വേണ്ടത്. നറേറ്റർ അത് ലൈവായി കണ്ടതിൻ്റെ ഡയറി എഴുതുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഡയറി പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, ദ ബോയ് വാസ് സോ എക്സൈറ്റഡ് ടു സീ വൈറ്റ് സ്ക്വിറൽസ് ഇൻ ദി ഹോൾ ഓഫ് ദ ബനിയൻ ട്രീ. ഹി ഡിസൈഡ്സ് ടു സ്ക്രിബിൾ സംതിങ് ഇൻ ഹിസ് ഡയറി. വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി? ബോയ് വൈറ്റ് സ്ക്വിറൽസിനെ കണ്ട് വളരെ എക്സൈറ്റഡ് ആയതിനു ശേഷം അവൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ നടുഭാഗം മാത്രം മാറ്റിയ ശേഷം നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുന്ന ചോദ്യം തന്നെയാണ്. അടുത്തത് മൂന്നാമത്തത് ക്യാരക്ടർ സ്കെച്ച്. ആദ്യമായി തന്നെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ടൈറ്റിലായി നെയിം ഓഫ് ദി ക്യാരക്ടർ നൽകാവുന്നതാണ്. ശേഷം ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ പേര്, ക്യാരക്ടറിൻ്റെ പേര്, ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ശേഷം ആ സ്റ്റോറിയുടെ പേര്, റിട്ടൺ ബൈ റൈറ്ററിൻ്റെ പേര്, ഹി ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദിസ് സ്റ്റോറി എന്നതിന് ശേഷം നമുക്ക് ആ പാഠഭാഗത്ത് ആ കഥാപാത്രത്തിനെ പറ്റി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എഴുതുകയാണ് വേണ്ടത്. ശേഷം വളരെ അവസാനത്തിൽ ദ ക്യാരക്ടർ ടച്ച്ഡ് മീ എ ലോട്ട് ആൻഡ് ഇറ്റ് വിൽ റിമെയിൻ എവർ ഇൻ മൈ ലൈഫ്. ഐ ലവ് ദിസ് ക്യാരക്ടർ വെരി മച്ച്. ക്രെഡിറ്റ്സ് ഗോസ് ടു ദ റൈറ്റർ ഫോർ പോർട്രേയിങ് സച്ച് എ വണ്ടർഫുൾ ക്യാരക്ടർ എന്നിങ്ങനെ എഴുതി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. ഒരു മോഡൽ നോക്കാം. ഹോമിയോപ്പത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ പറയുന്നത്. അതും തന്നെ ഹോമിയോപ്പത്ത് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന സ്റ്റോറിയിലെ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ശേഷം വൈക്കം മുഹമ്മദ് ബഷീറാണ് അതിൻ്റെ റൈറ്റർ എന്നും. ശേഷം നമുക്ക് ആ കഥയിൽ ഹോമിയോപ്പത്തിനെ പറ്റി അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിഹേവിയർ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെല്ലാം ചേർത്ത്, കൂടാതെ ഹി വാണ്ട്സ് ടു മാരി എ റിച്ച് യങ് വുമൺ ഡോക്ടർ എന്നിങ്ങനെയുള്ള കാര്യം, പിന്നെ അദ്ദേഹം സ്നേക്കിനെ ആയുള്ള ഇൻസിഡൻറ്റ് ഒക്കെ വിവരിച്ചെഴുതുകയാണ് വേണ്ടത്. ശേഷം നമ്മൾ അവസാനം പറഞ്ഞ പോലെ ദ സ്നേക്ക് സ്റ്റോറി ഈസ് വൺ ഓഫ് സച്ച് സ്റ്റോറീസ്. ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ വെരി മച്ച് എന്നുകൂടി ചേർത്ത് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്യാരക്ടർ സ്കെച്ചാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന സ്റ്റോറിയിലെ ബോയുടെ ക്യാരക്ടർ സ്കെച്ച്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അടുത്തത് കോൺവെർസേഷനാണ്. നമുക്ക് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ടാഗ് എന്നത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കാണാവുന്നതാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ടത്. ശേഷം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതോടൊപ്പം തന്നെ മറ്റ് കംപ്ലീഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഹാഡ് ബെറ്ററിന് ശേഷം എന്തുപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ഗ്രാമർ ഭാഗം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് കോൺവെർസേഷൻ എഴുതേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നെറേറ്റീവാണ്. ദ ബോയ് വാസ് ത്രിൽഡ് വിത്ത് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദി മംഗൂസ്. ഹി നെറേറ്റ്സ് ദോസ് ഇവൻറ്റ്സ് ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഹൗ വുഡ് ബി ദി നെറേറ്റീവ്? നെറേറ്റീവ് എഴുതുമ്പോൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് എഴുതാൻ ശ്രദ്ധിക്കുക. ഇവിടെ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് നിങ്ങൾക്ക് അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിയൻ ട്രീയിൽ നിന്ന് ഈ തലക്കെട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഓർത്തു വെച്ചോളൂ, ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ശേഷം അവൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് നടന്ന ഓരോരു സ്നേക്ക് എന്ത് ചെയ്തു, മംഗൂസ് എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദകരമായി തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക.
അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നെറേറ്റീവ്. ഇപ്പം മറ്റൊരു നെറേറ്റീവ് ചോദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ദ ഡോക്ടർ ഇൻ ദി സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ നെറേറ്റ്സ് ദ സ്റ്റോറി ടു ഹിസ് ചിൽഡ്രൻ. അത് നമ്മൾ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. സ്നേക്ക് ആൻഡ് ദി മിററിലെ ഡോക്ടർ അന്ന് നടന്ന ഇൻസിഡൻറ്റ് നെറേറ്റ് ചെയ്യുന്നതായി. അടുത്തത് പ്രൊഫൈലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 5 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമായി തന്നെ ബർത്ത്, ബോൺ, ബർത്ത് പ്ലേസ് എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങൾ എങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇവിടെ എഴുതുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ആദ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ നെയിം, വൺ ഓഫ് ദി റിനോവ്ഡ് റൈറ്റേഴ്സ് വാസ് ബോൺ ഓൺ, ശേഷം ഡേറ്റ്, ഇയർ എന്നിവ എഴുതുക. ഇൻ പ്ലേസ് ഇങ്ങനെ ഒന്നിക്കൽ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ നെയിം എഴുതിയ ശേഷം ദ ഗ്രേറ്റ് ലിറ്റററി ഫിഗർ വാസ് ബോൺ ഓൺ, ഡേറ്റ്, ഇയർ, ഇൻ സ്പേസ്, ഇൻ പ്ലേസ്. ഇതിലേറ്റവും വളരെ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നത് നെയിം, വൺ ഓഫ് ദ റിനോവ്ഡ് റൈറ്റേഴ്സ് വാസ് ബോൺ ഓൺ, ഡേറ്റ്, ഇയർ, ഇൻ പ്ലേസ് എന്നതാണ്. അതിനുശേഷം രണ്ടാമതായി ഹി ഓർ ഷീ ഈസ് എ ഫേമസ്, അദ്ദേഹത്തിൻ്റെ കരിയർ, പ്രൊഫഷൻ എന്നിങ്ങനെയാണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം ഹിസ് ഓർ ഹെർ വർക്ക്സ് ആർ, അത് നമുക്ക് പോയിന്റുകൾ തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ നൽകും, അതാണ് ഇവിടെ എഴുതേണ്ടത്. ശേഷം അവാർഡ്, അച്ചീവ്മെൻറ്റ്സ്, ഓണേഴ്സ് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ ഇതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത്. ഹി ഓർ ഷീ വാസ് അവാർഡഡ്, ശേഷം അവാർഡുകളുടെ പേര് എഴുതുക. ഇനി ഡെത്തിനെ പറ്റിയാണെങ്കിൽ ഷീ ഡൈഡ് ഓൺ എന്നതിന് പകരം നമുക്ക് ഹി ഓർ ഷീ പാസ്ഡ് എവേ ഓൺ, ഡേറ്റ്, ഇൻ പ്ലേസ് എന്നിങ്ങനെ എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കാനുള്ള നല്ല സാധ്യത. അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഹിസ് ഓർ ഹെർ നാഷണാലിറ്റീസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ അല്ലെങ്കിൽ അമേരിക്കൻ എന്നിങ്ങനെ എഴുതാവുന്നതാണ്. അടുത്തത് എഡ്യൂക്കേഷൻ ചോദിച്ചാൽ ഹി ഓർ ഷീ വാസ് എഡ്യൂക്കേറ്റഡ് ഫ്രം, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എഴുതുക. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രൊഫൈലാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് വായിക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ, വൺ ഓഫ് ദി റിനോവ്ഡ് റൈറ്റേഴ്സ്, വാസ് ബോൺ ഓൺ 19 January 1908 അറ്റ് തലയോരപ്പറമ്പ് ഇൻ കോട്ടയം. ഹി ഈസ് റിനോവ്ഡ് ആസ് നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, എസ്സേയിസ്റ്റ് എക്സെട്ര എന്നിങ്ങനെ എഴുതി അവസാനം ഹി ഡൈഡ് ഇൻ 1994. ഇങ്ങനെ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ പ്രൊഫൈൽ എഴുതുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനമായും ഒരു ബോക്സിനുള്ളിൽ എഴുതുക. ശേഷം അദ്ദേഹത്തിൻ്റെ പേര്, ശേഷം നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്താണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഒഫീഷ്യൽ ലെറ്ററാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഫോർമൽ ലെറ്ററാണ്. അടുത്തത് ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ ആദ്യമായി ഫ്രം, അതായത് നമ്മുടെ അഡ്രസ്സ്, ശേഷം ടു, ആർക്കാണോ അയക്കുന്നത്, ശേഷം സബ്ജക്റ്റ്, അതിനുശേഷം സാർ, ഐ ആം എഴുതിയ ശേഷം പേരെഴുതുക. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. അതിനുശേഷം നമുക്ക് എന്ത് കാര്യമാണോ നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിൽ എഴുതാനുള്ളത് അതാണ് ഇവിടെ എഴുതേണ്ടത്. കുറച്ച് വാക്കുകളിലായി എഴുതുക. ശേഷം ഐ ഹോപ്പ് യു വിൽ കൺസിഡർ ദിസ് കേസ് വെരി സീരിയസ്ലി ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഓൺ ദിസ് റിഗാർഡ് എന്നിങ്ങനെ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ശേഷം താങ്ക് യു അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ശേഷം ഒപ്പ്, പ്ലേസ്, ഡേറ്റ് എന്നിങ്ങനെ നമുക്ക് ഫോർമൽ ലെറ്റർ ഒഫീഷ്യൽ ലെറ്റർ എഴുതാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഒരു ഒഫീഷ്യൽ ലെറ്റർ നോക്കാം. ദി ഡോക്ടർ ഇൻ ദി സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ റൈറ്റ്സ് എ കംപ്ലൈൻറ്റ് ടു ദി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബൌട്ട് ദ തെഫ്റ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഹിസ് ഹൗസ്. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. അതായത് ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ വീട്ടിൽ അന്ന് നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സബ് ഇൻസ്പെക്ടർക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. നമുക്കറിയാം, സബ് ഇൻസ്പെക്ടർ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ലെറ്റർ എഴുതുമ്പോൾ ഒഫീഷ്യൽ ലെറ്ററാണ് എഴുതേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, ശേഷം ആർക്കാണോ അയക്കേണ്ടത്, ശേഷം കംപ്ലൈൻറ്റ് അബൌട്ട് എ തെഫ്റ്റ് അറ്റ് മൈ റൂം, ശേഷം സാർ എന്നെഴുതിയ ശേഷം നമുക്ക് അന്നുണ്ടായ കാര്യങ്ങളെല്ലാം പറയുക. ശേഷം താങ്ക് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ശേഷം പ്ലേസ്, ഡേറ്റ് എന്നിവയാണ് എഴുതേണ്ടത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ന്യൂസ് റിപ്പോർട്ട് എന്നത്. ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആദ്യമായി തന്നെ ഒരു ഹെഡ്ലൈൻ എഴുതുക.
അത് വളരെ ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ശേഷം വെറുതെ നിങ്ങൾ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതി വെക്കുക. ശേഷം പ്ലേസ് ഇട്ട ശേഷം 2 കുത്തിന് ശേഷം നമുക്ക് അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറയുകയാണ് വേണ്ടത്. ന്യൂസ് റിപ്പോർട്ടറിന് ഇത്ര മാത്രമേ ഫോർമാറ്റ് ഉള്ളൂ. ഇത് തന്നെ നിങ്ങൾക്ക് 5-6 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഫോർമാറ്റ് ഉറപ്പായും പഠിച്ചിരിക്കുക. നമുക്കൊരു ചോദ്യം നോക്കാം. ഇമാജിൻ ദാറ്റ് ദ റോബറി ഹാപ്പൻഡ് ഇൻ ദി ഡോക്ടേഴ്സ് ഹൗസ് ഈസ് റിപ്പോർട്ടഡ് ഇൻ എ ലീഡിംഗ് ഡെയിലി ന്യൂസ് പേപ്പർ. പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. ഇവിടെ ഹോമിയോപ്പതിൻ്റെ വീട്ടിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് ഹെഡിങ്ങായി റോബറി ഇൻ എ ഹോമിയോപ്പത്ത് ഹൗസ്, ശേഷം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതുക. ശേഷം വൈക്കം എന്ന സ്ഥലത്തിൻ്റെ പേര് കൂടി നൽകി അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ പാഠഭാഗത്ത് നിന്നറിയാവുന്ന കാര്യങ്ങളെല്ലാം ചേർത്താണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ പോലീസ് പറഞ്ഞു എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് മാറ്റി എഴുതാവുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട്. സത്യജിത് റേ വാസ് ഷൂട്ടിംഗ് ഇൻ ദ സീൻ ഇൻ വിച്ച് ഗൂബി ആൻഡ് ബാഗ met the tiger. When Mr. Thorat opened the door of the cage, the tiger emerged with a loud roar and charged straight at the villagers. You are a reporter and was present at the scene. Prepare the news report. അപ്പോൾ സത്യജിത് റേയുടെ പാഠഭാഗത്ത് നിന്നും ടൈഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് ഇവിടെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. ആദ്യമായി തന്നെ ഒരു ഹെഡിങ് നൽകുക, ശേഷം സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതുക, ശേഷം സ്ഥലം എഴുതിയ ശേഷം നമുക്ക് ആ പാഠഭാഗത്ത് നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ചേർത്താണ് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അടുത്തത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പറയാം. ഹൗ ഡിഡ് യു റീച്ച് ഇൻ ദിസ് ഫീൽഡ്? ഈ ചോദ്യങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. What is your memorable childhood experience? What are your future plans? What is your role model? What is your advice to the present generation? Who inspired you into this field? How far your family supported you? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാതെ പഠിച്ചും പോകാവുന്നതാണ്. ശേഷം കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കാം. സപ്പോസ് എ പ്രസ് റിപ്പോർട്ടർ യു ഗോട്ട് എ ചാൻസ് ടു ഇൻ്റർവ്യൂ റസ്കിൻ ബോണ്ട്. പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ്. ഇവിടെ റസ്കിൻ ബോണ്ടിനോട് ചോദിക്കാൻ പറ്റുന്ന 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിക്കാവുന്നതാണ്. അഥവാ നിങ്ങൾക്കിത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതാവുന്നതും ആണ്. അതോടൊപ്പം അടുത്ത ചോദ്യം. ഇമാജിൻ എ ബേർഡ് ട്രെയിനർ റെസ്പോണ്ടൻറ്റ് ടു ദ അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ്ഡ് ബൈ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. ഹിച്ച്കോക്ക് ഇൻവൈറ്റഡ് ഹിം ആൻഡ് ഇൻ്റർവ്യൂഡ്. പ്രിപ്പയർ 5 ലൈക്ലി ക്വസ്റ്റ്യൻസ്. ഇവിടെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ബേർഡ് ട്രെയിനറിനോട് ചോദിക്കാവുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. നിങ്ങൾക്കിത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണിവ. റേ കംപ്ലീറ്റഡ് ദ ഷൂട്ട് സക്സസ്ഫുള്ളി ബിഫോർ ദി പ്രീമിയർ ഓഫ് ദ ഫിലിം ഗൂബി ഗൈനെ ബാഗ ബൈനെ. He was interviewed by a film journalist. Prepare 6 questions for the interview. അതോടൊപ്പം തന്നെ അടുത്ത ചോദ്യം. മജീദീസ് മൈ സിസ്റ്റേഴ്സ് ഷൂ ഡെമോൺസ്ട്രേറ്റ് ദ റിയൽ ലൈഫ് സിറ്റുവേഷൻ. You get an opportunity to interview the Oscar nominated filmmaker. Prepare 6 questions you may ask him. അടുത്തത് ഉറപ്പായും 5 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്ക് ചോദിക്കുന്ന ചോദ്യമാണ് നോട്ടീസ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ആദ്യമായി തന്നെ നോട്ടീസ് എന്ന് ഹെഡിങ് നൽകുക. ശേഷം നെയിം ഓഫ് ദി സ്കൂൾ അല്ലെങ്കിൽ നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നിവ നൽകുക. ശേഷം ഡിയർ ഫ്രണ്ട്സ്. ഏതെങ്കിലും ക്ലബിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കുമല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ നെയിം ഓഫ് ദി ക്ലബ് എഴുതുക. ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. പ്രോഗ്രാമിൻ്റെ പേര്. ഓൺ എന്ന് എഴുതിയ ശേഷം ഡേറ്റ്, അറ്റ്, ടൈം, അറ്റ്, പ്ലേസ്. ദി ഓണറബിൾ നെയിം ഓഫ് ദി ഇനാഗുറേറ്റർ, അതായത് ഉദ്ഘാടകൻ്റെ പേര്. വിൽ ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം. ദ ഫേമസ് ചീഫ് ഗസ്റ്റിൻ്റെ പേര്. വിൽ ബി ദ ചീഫ് ഗസ്റ്റ്.
ഓൾ ആർ വെൽക്കം എന്നിങ്ങനെ എഴുതി ഒരു നോട്ടീസ് എഴുതുക. ശേഷം കൺവീനർ, നെയിം ഓഫ് ദ ക്ലബ്, ശേഷം പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് എഴുതി ഡേറ്റ്, ടൈം, വെന്യൂ, ശേഷം അന്ന് നടക്കുന്ന പ്രധാന പരിപാടികൾ, പ്രെയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗുറേഷൻ, ഫെസിലിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ് എന്നിങ്ങനെ എഴുതി അവസാനം പ്ലേസും ഡേറ്റും കൂടി എഴുതി നമുക്ക് നോട്ടീസ് പൂർത്തിയാക്കാവുന്നതാണ്. ഇവിടെ ഒരു നോട്ടീസിൻ്റെ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ചോദ്യം: ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഡ്രാമ ഫെസ്റ്റിവൽ ആസ് എ പാർട്ട് ഓഫ് ഇംഗ്ലീഷ് ക്ലബ് ഇനാഗുറേഷൻ. ഡ്രാഫ്റ്റ് എ നോട്ടീസ് ഫോർ ദി പ്രോഗ്രാം. ഇവിടെ നോട്ടീസ് എന്ന് എഴുതിയ ശേഷം ABCD സ്കൂൾ മലപ്പുറം ഡ്രാമ ഫെസ്റ്റിവൽ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ സ്കൂളിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ പേരോ ആൻസർ ഷീറ്റിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഇമാജിനറി പേര് നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ഇതുപോലുള്ള ABCD സ്കൂൾ മലപ്പുറം എന്നിങ്ങനെയുള്ള പേരും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ശേഷം അന്ന് നടക്കുന്ന കാര്യങ്ങൾ, ഇനാഗുറേഷൻ എന്നെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഇൻവൈറ്റഡ് ദ നോട്ടഡ് റൈറ്റർ റസ്കിൻ ബോൺ ടു ഇനാഗുറേറ്റ് എ 3-day ലിറ്റററി ഫെസ്റ്റിവൽ ഇൻ യുവർ സ്കൂൾ. പ്രിപ്പയർ എ നോട്ടീസ് ടു ഇൻവൈറ്റ് ദ പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ദ സ്കൂൾ ടു ദ ഫംഗ്ഷൻ. അടുത്തത് 7 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് സ്പീച്ച്. സ്പീച്ച് എഴുതുമ്പോൾ ആദ്യമായി ഒരു അഭിസംബോധനയാണ് നൽകേണ്ടത്. അത്: ഓണറബിൾ പ്രിൻസിപ്പൽ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വിഷ് യു ഓൾ എ വെരി വാം ഗുഡ് മോർണിംഗ്. ഐ ആം വെരി ഡിലൈറ്റഡ് ആൻഡ് പ്രൗഡ് ടു ബി ഹിയർ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ദി ടോപ്പിക്. ശേഷം ടോപ്പിക്കിൻ്റെ പേരെഴുതി നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏറ്റവും അവസാനം ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് പേഷ്യൻറ്റ് ലിസണിങ്. ഹാവ് എ നൈസ് ഡേ എന്നിങ്ങനെയുള്ളൊരു കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് നമ്മുടെ സ്പീച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഒരു സ്പീച്ച് എൻവയോൺമെൻറ്റൽ ഡേയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ തീം ഓഫ് ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവിങ് നേച്ചർ ഓൺ June 5th, ദ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യമായി ഒരു അഭിസംബോധന നൽകി ശേഷം നമുക്ക് June 5 ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യം പറയാനുണ്ടോ അതൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷൻ കൂടി നൽകി താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് നമുക്ക് സ്പീച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. അടുത്തതായി ഒരു ചോദ്യം: പ്രിപ്പയർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദി സ്കൂൾ അസംബ്ലി ഓൺ ദ ടോപ്പിക് പോവേർട്ടി. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ദ സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റേഴ്സ് ഷൂ. മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പോവേർട്ടി എന്ന, അതായത് ദാരിദ്ര്യം എന്ന വിഷയത്തിൽ ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ്. അടുത്തത് റിവ്യൂ ആണ്. പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി മൈ സിസ്റ്റേഴ്സ് ഷൂ. ഇവിടെ മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന പാഠത്തിൻ്റെ റിവ്യൂ എഴുതാനാണ് ചോദ്യം. റിവ്യൂ എഴുതുമ്പോൾ ആ പാഠഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ചേർത്താണ് എഴുതേണ്ടത്. അതിൻ്റെ ഒരു സമ്മറി പോലെയാണ് നമുക്ക് റിവ്യൂ എഴുതാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻ പോസ്റ്റ് ചെയ്ത് ഇത് വായിച്ചെടുക്കാവുന്നതാണ്. അടുത്തത് റൈറ്റപ്പ് ആണ്. റൈറ്റപ്പ്: ഇൻ ദി ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. പ്രിപ്പയർ എ റൈറ്റപ്പ് ഹൗ AJ Cronin മെയ്ഡ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ AJ Croninൻ്റെ ജീവിതത്തിൽ അതെങ്ങനെയാണ് ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റായി മാറിയത് എന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. അതിന് റൈറ്റപ്പ് എഴുതുമ്പോൾ ഒരു ഹെഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ദ വാല്യുബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് വളരെ പ്രധാനമായി നിങ്ങൾക്ക് വാല്യുബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് തന്നെ എഴുതാവുന്നതാണ്. ശേഷം നമ്മൾ ഓരോ പാരഗ്രാഫായി അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്നത് എന്ന കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടും വായിക്കാൻ സാധിക്കുന്നതാണ്. ഈ പോയിൻ്റ് കൂടി അതിൻ്റെ ബാക്കിയാണ്. ഇതും അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പ്രെഡിക്ഷൻ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.